നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കേന്ദ്ര ക്യാബിനറ്റിൽ ഏറ്റവും സങ്കീർണമായ പ്രശ്നം നിതിൻ ഗഡ്കരിയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ഗഡ്കരി കൃത്യമായും അമിത്ഷായെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരികയാണ്. നേരത്തെ നിർമ്മല സീതാരാമനെയും ഇതുപോലെ തന്നെ മുൾമുനയിൽ നിർത്തിയ വ്യക്തി തന്നെയാണ് ഗഡ്കരി. ഗഡ്കരി കൃത്യമായി പറയുന്നു എന്തുകൊണ്ട് വസുന്ധരയെ പോലുള്ള ഏറ്റവും സീനിയറായ നേതാക്കളെ തഴയുന്നു. ഏറ്റവും കൂടുതൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടി എന്ന് ഘോരഘോരം കൊട്ടിഘോഷിക്കുകയും എന്നാൽ തീരുമാനമെടുക്കുന്നത് രണ്ട് വ്യക്തികൾ മാത്രമായി ചുരുങ്ങുകയും ചെയ്യുന്നത് ഒരിക്കലും ഈ പാർട്ടിക്ക് ഭൂഷണമല്ല എന്ന് ഗഡ്കരി തുറന്നടിച്ചിരിക്കുകയാണ്. നേരത്തെ ഗോവ സമ്മേളനം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് ഗഡ്കരി ക്യാബിനറ്റിലെ പല നടപടികളിൽ മണ്ടൻ പരിഷ്കാരം എന്ന് തന്നെയാണ് തുറന്നടിച്ചത്. അതിനൊരു ഭയവുമില്ലാത്ത വ്യക്തിയാണ് ഗഡ്കരി. വാസ്തവത്തിൽ ഇത്തരത്തിൽ നരേന്ദ്രമോദിയെ വിമർശിക്കാൻ കെൽപ്പുള്ള ഒരു നേതാവ് BJPയിൽ ജീവിച്ചിരുന്നു. അത് സുഷമ സ്വരാജാണ്. അവർ മുഖം നോക്കാതെ ആരുടെ നേർക്കും തട്ടിക്കയറും, ആരോട് വേണമെങ്കിലും മറുപടി പറയും. അവർക്ക് ശരി എന്ന് തോന്നുന്നതാണ് കൃത്യമായും നടപ്പിലാക്കുന്നത്. അത്തരത്തിൽ ഒരു വ്യക്തിയായിരുന്ന സുഷമയുടെ രാഷ്ട്രീയം അതേ രീതിയിൽ തന്നെ മറ്റൊരു സംവിധാനത്തിലൂടെ കൊണ്ടുപോകാൻ ഗഡ്കരി പരമാവധി ശ്രമിക്കുന്നുണ്ട്. നിലവിൽ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അമിത്ഷായേക്കാൾ സ്ഥാനമാനം കുറവ് എന്നത് ഗഡ്കരിയെ വല്ലാതെ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അമിത്ഷായേക്കാളൊക്കെ സീനിയറായ നേതാവായിരുന്നിട്ട് പോലും ഗഡ്കരിയെ തഴയുന്നത് എന്തിൻ്റെ പേരിൽ എന്ന ഒരു വലിയ ചോദ്യമുണ്ട്. വാസ്തവത്തിൽ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ കുറ്റം പറയാൻ കഴിയാത്ത ഏക ക്യാബിനറ്റ് മന്ത്രി. രാഷ്ട്രീയം നോക്കാതെ വികസനം ഏത് സംസ്ഥാനത്തായിരുന്നാൽ അവിടെ നടപ്പിലാക്കാൻ, പ്രത്യേകിച്ച് ഉപരിതല ഗതാഗതം കൈകാര്യം ചെയ്യുന്ന 2014 മുതൽ ഇങ്ങോട്ട് കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാൻ ഗഡ്കരിയെ പോലൊരാൾ കർമ്മനിരതനായി തന്നെ പ്രവർത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതുതന്നെയാണ് മഹാരാഷ്ട്രയിൽ BJPയെ ഒരു പരിധിവരെ വളർത്തിയെടുക്കാൻ സഹായിച്ചതായി പറയപ്പെടുന്നു. കാരണം ഗഡ്കരിയുടെ ഏറ്റവും വലിയ സ്വഭാവം എന്നത് മുന്നിൽ വരുന്ന വ്യക്തികളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളതാണ്. പാർട്ടി എന്ന രീതിയിലേക്ക് അജണ്ടകൾ ഒളിപ്പിച്ചു വെക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ല. അതുപോലെ മറ്റൊരു സവിശേഷതയാണ് വസുന്ധര രാജെ സിന്ധ്യയ്ക്കുള്ളത്. രാജസ്ഥാനിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന സിന്ധ്യയെ ഒതുക്കാൻ അമിത്ഷായും നരേന്ദ്രമോദിയും ഒരുപാട് ശ്രമങ്ങളാണ് നടത്തിയത്. ഇപ്പോൾ രാജസ്ഥാനിൽ വലിയ രീതിയിൽ BJP വെട്ടിലായിരിക്കുന്നതും അത് കാരണമാണ്. സിന്ധ്യയ്ക്ക് ക്യാബിനറ്റ് പദവി കൊടുക്കാത്തതിൽ ഗഡ്കരി ഏറ്റവും കൂടുതൽ രോക്ഷാകുലനായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. എന്നാൽ വസുന്ധരയെ ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ ഏറെ പ്രധാനമായി അമിത്ഷായെ നീക്കാൻ ഒരുമിച്ച് BJPയുടെ കോർ കമ്മിറ്റിയിൽ വസുന്ധരയും ഗഡ്കരിയും നിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ശിവരാജ് സിംഗ് ചൗഹാന് ഏറെ അടുപ്പമുള്ള സഹോദരി തുല്യമായ സ്ഥാനം, ഒരു മൂത്ത ജ്യേഷ്ഠത്തെ പോലെയാണ് വസുന്ധരയെന്ന് നിരവധി സാഹചര്യങ്ങളിൽ അവരെക്കുറിച്ച് പറയുമായിരുന്നു. അദ്ദേഹത്തിനും ശക്തമായ എതിർപ്പുണ്ട് ഇത്തരത്തിൽ ഏകാധിപത്യ നടപടി അമിത്ഷായെ പോലൊരു വ്യക്തി നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വസുന്ധരയും ഗഡ്കരിയും അതുപോലെ ശിവരാജ് സിംഗ് ചൗഹാനും ചേർന്നുകൊണ്ട് ഒരു വലിയ കോക്കസ് തന്നെ അമിത്ഷായ്ക്കെതിരെ നീങ്ങുകയാണ്. അമിത്ഷായ്ക്ക് അധികാരം നൽകരുത് എന്നത് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം. വാസ്തവത്തിൽ BJPയുടെ ആണിക്കല്ല് പിഴുവാൻ അവർക്ക് വിചാരിച്ചാൽ സാധിക്കും എന്ന് തെളിയിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്.